നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത് അവരുടെ കഠിനാധ്വാനം മാത്രമല്ല, അതിൽ ഭാഗ്യത്തിനും വലിയ പങ്കുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. ഒരു വ്യക്തിയുടെ തലയിൽ ഭാഗ്യം തെളിയണം എങ്കിൽ ജാതകത്തിൽ അതിനുള്ള യോഗവും വേണ്ടതാകുന്നു. അതേപോലെ തന്നെ ഓരോ രാശികളുടെയും ഗ്രഹമാറ്റവും നക്ഷത്രമാറ്റവും നിങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും. നിലവിൽ ഗജകേസരി യോഗവും മാളവ്യ രാജയോഗവും രൂപപ്പെടുകയാണ്. കൂടാതെ ഇന്നത്തെ ദിവസം ലക്ഷ്മി കൃപാകടാക്ഷം ചില രാശിക്കാരിൽ വന്ന് ഭവിക്കുന്നതാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്നതാണ് വാസ്തവം. ഫെബ്രുവരി 14, 15, 16, 17 എന്നീ 4 ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരും. ഈ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ പോകുന്ന ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാരാണ് മേടം രാശിയിൽ വരുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഥവാ ഈ രാശിയിൽ വരുന്ന വ്യക്തികൾക്ക് കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഭാഗ്യം തുണയ്ക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് മുന്നിലുള്ളത്. തന്മൂലം ഇവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പല വ്യക്തികളിൽ നിന്നും പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ശമ്പള വർധനവിന് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത് കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തിക പരാധീനതകൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വിധത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ജീവിതത്തിൽ സാധിച്ചു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും നേട്ടങ്ങൾ കൊയ്യുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമാധാനം ലഭിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. വിധിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ഈ ദിവസം കടന്ന് വരാവുന്നതാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ഈ സമയം വന്നു ചേരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് പരിഹാരം കണ്ടെത്തുകയോ സമയം നീട്ടിക്കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഒരു പരിധിവരെയെങ്കിലും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാണ് ചിങ്ങം രാശിയിൽ വരുന്നത്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. വിദ്യയിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ, ബിസിനസ് പരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വന്നു ചേരാം. കൂടാതെ പല മേഖലകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാൻ സാധ്യതകൾ അല്പം കൂടുതലാണ്. പലപ്പോഴും മനസമാധാനം ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ദാമ്പത്യ ജീവിതത്തിലോ കുടുംബവുമായി ബന്ധപ്പെട്ടോ ഇത്തരം പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാനുള്ള ഒരു പരിധിവരെ പരിഹരിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സാധിക്കും. ധനം സമ്പാദിക്കാനുള്ള ചില സാഹചര്യങ്ങൾ, വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാണ്. ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ, അനവധിയാർന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അനുകൂലമായ കാര്യങ്ങൾ, ഭാഗ്യം അനുകൂലമാകുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം പല വിധത്തിലുള്ള കാര്യങ്ങളും, പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന കാര്യം നിസ്സംശയം പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. കർക്കിടകം. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും ഈ ദിവസങ്ങളിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത ഒരല്പം കൂടുതലാകുന്നു. വിദ്യയിൽ ശോഭിക്കാനുള്ള അവസരങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാം.
വിദേശ വിദ്യയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വിദേശത്ത് തന്നെ ജോലിയിൽ പ്രവേശിക്കുക, അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തടസ്സങ്ങൾ ഒരു പരിധി വരെ അകന്ന് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. സന്തോഷം, സമാധാനം ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം പല ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസങ്ങൾ കൂടിയാണ് ഇത്. പല വിധത്തിലുള്ള കഷ്ടതകളും നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രധാനമായും ഭാഗ്യം അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത്. പലപ്പോഴും നിങ്ങളെക്കാൾ കഴിവില്ലാത്ത വ്യക്തികൾ മുകളിലേക്ക് കയറി പോകുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങളായി മാറും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഉയർന്ന ശമ്പളത്തോടെ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം പുതിയ വാഹനം, ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ കടന്ന് വരാവുന്നതാണ്. തർക്കങ്ങൾ പലതും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ജീവിതത്തിൽ വന്നു ചേരുക. ഈ സമയം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശമ്പള വർധനവ് അല്ലെങ്കിൽ ശമ്പളം ലഭിക്കുക, കൂടാതെ സാമ്പത്തികപരമായ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ലഭിക്കേണ്ടതായ ആ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശമ്പളം മുടങ്ങിക്കിടക്കുന്നതായ ശമ്പളമോ അല്ലെങ്കിൽ പല തടസ്സങ്ങളാൽ നിങ്ങൾക്ക് ലഭിക്കാത്തതായ ആ ശമ്പളം ലഭിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും മനസ്സിൽ വളരെയധികം സമാധാനവും സന്തോഷകരമായ ചില നിമിഷങ്ങളും വന്നു ചേരാം. ജോലിക്കായി ശ്രമിക്കുകയാണ് എങ്കിൽ താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദ്യയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഭാഗ്യം പല കാര്യങ്ങളിലും തുണയ്ക്കുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട്. പൊതുവിൽ ഈ സമയം നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. പ്രതീക്ഷിക്കാതെ തന്നെ പല ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ആവശ്യങ്ങൾക്കുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. സഹായമായി ധനം ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു.